രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ. നിങ്ങൾ ബിസിനസ് കമ്പനി ആദ്യം തീരുമാനിച്ചു, നിങ്ങൾ LLP ആയിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ പാർട്ട്ണർഷിപ്പായിട്ട് പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, നിങ്ങൾക്ക് അതിന്റെ പാനും ടാനും കിട്ടി, നിങ്ങൾ ബാങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കർണാടകയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കർണാടകയിലാണ് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ LLP ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആയിട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ നിങ്ങൾ കർണാടകയിൽ എടുത്തു വിചാരിക്കുക. ഞാനിവിടെ പ്രതിപാദിക്കുന്ന ഒന്നുകിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLPനെ പറ്റി പറയാം, കാരണം ഈ പർട്ടിക്കുലർ കേസ് നമ്മൾ LLPനെ പറ്റിയാണോ സംസാരിക്കുന്നത്. അപ്പോൾ കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത ഒരു LLP, ഞാൻ പറഞ്ഞു LLP എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. എവിടെയാണ് രജിസ്ട്രേഷൻ സംഭവിക്കുന്നത്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ ബിസിനസ് ഓപ്പറേഷൻസ് ഉള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലാണ് ഓപ്പറേഷൻസ് ഉള്ളത്? കർണാടകയിൽ. അപ്പൊ കർണാടകയിലെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കുറെ രജിസ്ട്രേഷൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ബാധകമാണോ അല്ലേ നോക്കണം. അതിൽ പ്രധാനപ്പെട്ട രജിസ്ട്രേഷനാണ് കർണാടക ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് രജിസ്ട്രേഷൻ. ഇത് നമ്മൾ സാധാരണയായിട്ട് ലേബർ രജിസ്ട്രേഷൻ എന്ന് പറയും. അതായത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ എത്ര ആളെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്, അതിൽ ജെൻസ് എത്ര ഉണ്ട്, ലേഡീസ് എത്ര ഉണ്ട്, കുട്ടികളായിട്ടുള്ള ആൾക്കാരെ എംപ്ലോയ്മെന്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ്, വീക്ക്ലി ഓഫ് എത്രയാണ്, നിങ്ങളുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് കർണാടക ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ കർണാടക ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ കൊമേഴ്ഷ്യൽ ആയിട്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 days യു ഹാവ് ടു ഗോ ആൻഡ് ടേക്ക് ദ രജിസ്ട്രേഷൻ അണ്ടർ ദ കർണാടക ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. അപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഗവൺമെന്റ് മനസ്സിലാവുക? നിങ്ങൾക്ക് ബിസിനസ് ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, ചിലപ്പോൾ നിങ്ങൾ വീടിന്റെ അഡ്രസ്സിലായിരിക്കും കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ അത് കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഒരു ബിസിനസിന്റെ അഡ്രസ്സ് നിങ്ങൾ പോയിട്ട് ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ ഒരു അഡ്രസ്സ് തിരഞ്ഞുപിടിച്ച് അവിടെ നിങ്ങൾ റെന്റൽ എഗ്രിമെന്റ് ഉണ്ടാക്കി. അപ്പോൾ അവിടെ റെന്റൽ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ റെന്റൽ എഗ്രിമെന്റിന്റെ ഡേറ്റ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ഡേറ്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ലയന്റിന് ഒരു ഇൻവോയ്സ്, നിങ്ങളൊരു വർക്ക് ചെയ്തോ ഒരു ഇൻവോയ്സ് സ്റ്റാർട്ട്, വർക്കിന് നിങ്ങൾ ചിലപ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എഗ്രിമെന്റ് തന്നെ നിങ്ങൾ സ്റ്റാമ്പ് പേപ്പർ എഗ്രിമെന്റ് ഉണ്ടാക്കണമെന്ന് മാത്രമല്ലല്ലോ, വലിയ കോൺട്രാക്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എഗ്രിമെന്റ് ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു ഇമെയിൽ കൺഫർമേഷൻ ആയിരിക്കും. ഓക്കെ, എനിക്ക് ചെറിയൊരു വർക്ക് ചെയ്യണം, എത്രയാണ് ഫീസ്? 5000 rupees ഇമെയിൽ. അപ്പൊ നിങ്ങൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റ് ഒന്നുകിൽ നിങ്ങൾ വാക്കാലോ ഇമെയിലിൽ കൂടെ അല്ലെങ്കിൽ ഡോക്യുമെന്റിൽ കൂടെ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്, അത് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ഡേറ്റ് ആയിട്ട് എടുക്കാം അല്ലെ. അപ്പൊ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മാസത്തിനുള്ളിൽ കർണാടക ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതാണ് അതിന്റെ റൂള്. പിന്നെ രണ്ടാമത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നോക്കുക, നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ. അപ്പം ബിസിനസ് പ്രൊഫഷൻ സാധാരണയായിട്ട് നിങ്ങൾ GST എടുക്കണം അല്ലെ. നിങ്ങൾ GST ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ആയിരുന്നെങ്കിൽ സെയിൽസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഒരു സാധനം, ഒരു ഗൂഡ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ സിമെന്റ് ആണ് സെയിൽ ചെയ്യുമെങ്കിൽ അയാൾ എന്തൊക്കെ വാറ്റ് രജിസ്ട്രേഷൻ പോയിരിക്കണം. അയാൾ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പണ്ട് രണ്ടായിരുന്നല്ലോ, ഒന്ന് ഗൂഡ്സിന് സെയിൽസ് ടാക്സും സർവീസസിന് സർവീസ് ടാക്സും ആയിരുന്നു. ഇപ്പൊ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണല്ലോ നമുക്ക് GST എന്നുള്ള കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ GSTയിൽ എന്താണ്, ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് എന്താണ്? സപ്പോസ് യു ആർ ഡൂയിങ് എ സർവീസ്, നിങ്ങൾ വെബ് ഡിസൈനിങ് സർവീസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഇങ്ങനെ സർവീസ് ആണ് ചെയ്യുന്നത് വിചാരിക്കാം. ഇങ്ങനെ ചെയ്യുന്ന കേസസിൽ നിങ്ങൾ യു ആർ ഡൂയിങ് എ സർവീസ്. അപ്പൊ സർവീസ് ആണെന്നുണ്ടെങ്കിൽ GST എടുക്കേണ്ട ലിമിറ്റ് എത്രയാണ്? ത്രെഷോൾഡ് ലിമിറ്റ് 20 ലക്ഷമാണ്. 20 ലക്ഷം ഒരു മാസത്തിലെ ലിമിറ്റ് ആണോ ഒരു വർഷത്തിലെ ലിമിറ്റ് ആണോ? സ്വാഭാവികമായ ഒരു വർഷത്തെ ലിമിറ്റ് ആണ്. അതായത് ഏപ്രിൽ മുതൽ മാർച്ചാണ് നമ്മളുടെ ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ സാമ്പത്തിക വർഷം. ഈ സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ ടേൺ ഓവർ, അതായത് നിങ്ങളുടെ സെയിൽസ് 20 ലക്ഷത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ GST മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. അപ്പൊ ഇതിലും വേറൊരു പ്രശ്നം, ഇപ്പൊ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ ബാങ്കിന്റെ ഓഫീസേഴ്സ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ GST ചില പേര് പറയുന്നത് നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കൂ. പക്ഷേ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട മാൻഡേറ്ററി അല്ല. നിങ്ങൾ GST ആക്ടിന്റെ സെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 20 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന ആൾക്കാർ സർവീസ് ആണെങ്കിൽ GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഗൂഡ്സ് ഞാൻ പറഞ്ഞല്ലോ, ഫോർ എക്സാമ്പിൾ TV അല്ലെങ്കിൽ ഫ്രിഡ്ജ് അല്ലെങ്കിൽ സിമെന്റ്, സ്റ്റീല്, ഇങ്ങനെയുള്ള ഗൂഡ്സ് ആണ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗൂഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 40 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കേസിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു കേസിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ വെബ് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങളാണ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 20 ലക്ഷത്തിൽ കൂടുതൽ ഇല്ലെങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല.
പക്ഷേ GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കർണാടകത്തിൽ ആണ് നമ്മളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഉള്ളത്. അപ്പോൾ കർണാടകത്തിൽ ദർ ഈസ് അനദർ ആക്ട് കോൾഡ് കർണാടക പ്രൊഫഷൻ ടാക്സ് ആക്ട്. അതായത് കർണാടകത്തിലെ തൊഴിൽ നികുതി, അത് നമ്മൾ 2 തരത്തിലുള്ള തൊഴിൽ നികുതികളുണ്ട് കർണാടകത്തിൽ. ഒന്ന് എന്ന് പറഞ്ഞാൽ എംപ്ലോയർ പ്രൊഫഷൻ ടാക്സ് ആക്ട്. അതായത് ഒരു സ്ഥാപനം ഇവിടെ വന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊഫഷൻ ടാക്സ് എടുക്കണം. ഫോർ എക്സാമ്പിൾ ഒരു LLP ആണെന്നുണ്ടായിരിക്കുക, അവര് എത്ര പ്രൊഫഷൻ ടാക്സ് രജിസ്ട്രേഷൻ എടുക്കണം, അത് മാൻഡേറ്ററി ആണ്, അതിൽ ഓപ്ഷണലില്ല. അപ്പോൾ ഒരു എംപ്ലോയർ എന്ത് ചെയ്യണം, പ്രൊഫഷൻ ടാക്സ് എടുക്കണം. പിന്നെ എംപ്ലോയി പ്രൊഫഷൻ ടാക്സ്, അതായത് നിങ്ങളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളൊരു 10 എംപ്ലോയീസിനെ അല്ലെങ്കിൽ 5 എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ വെച്ച് വിചാരിക്കുക, അവരുടെ ഒരു പ്രൊഫഷൻ ടാക്സ് ഉണ്ട്. അതായത് ഒരു എംപ്ലോയി ഒരു കർണാടകത്തിൽ ഒന്ന് ജോലി ചെയ്യുമ്പോൾ 15,000 രൂപ വരെ അയാൾ പ്രൊഫഷൻ ടാക്സിന് ബാധകമല്ല. ഞാൻ സംസാരിക്കുന്ന എംപ്ലോയിനെ പറ്റിയാണ്, എംപ്ലോയറെ പറ്റിയല്ല. എംപ്ലോയർ മാൻഡേറ്ററിലി പ്രൊഫഷൻ ടാക്സ് രജിസ്റ്റർ ചെയ്യണം, വർഷത്തിൽ ഒരിക്കൽ പ്രൊഫഷൻ ടാക്സ് അടയ്ക്കണം. അതിന് സ്ലാബ് ഉണ്ട്. സാധാരണയായിട്ടുള്ള കേസുകളിൽ ഒരു എൻഡിറ്റി 2,500 രൂപയാണ് പ്രൊഫഷൻ ടാക്സ് അടയ്ക്കേണ്ടത്. അത് ചില എൻഡിറ്റി ആണെന്നുണ്ടെങ്കിൽ 1,000 റുപ്പീസ്, 1,500 അങ്ങനെ പല അത് പ്രൊഫഷൻ ടാക്സിന്റെ ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ റഫ്ലി 2,500 പെർ ഇയർ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിൽ കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം പ്രൊഫഷൻ ടാക്സ് എടുത്ത് അടയ്ക്കണം. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയർ, ഫോർ എക്സാമ്പിൾ ഞാനാണ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിക്കുക, LLP ആയിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആയിട്ട്. ഇപ്പം ഞാനൊരു 2 പേരെ എംപ്ലോയി ആയിട്ട് വെച്ചു. ഒരാൾക്ക് ഞാൻ കൊടുക്കുന്ന സാലറി 10,000, ഒരാൾക്ക് കൊടുക്കുന്ന സാലറി 20,000. അപ്പോൾ 15,000 വരെ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് പ്രൊഫഷൻ ടാക്സ് വേണ്ട. 15,000-ൽ കൂടുതൽ ഞാൻ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിയുടെ അടുത്തുനിന്ന് ആ എംപ്ലോയിന്റെ പ്രൊഫഷൻ ടാക്സ് ഉണ്ട്. അത് എത്രയാണ് എമൗണ്ട്, 200 റുപ്പീസ്. അത് എത്ര എമൗണ്ട് ആണെങ്കിലും മോർ ദാൻ 15,000 പെർ മന്ത്, ഇത് 15 lakhs അല്ലെങ്കിൽ 15 crore ആയാലും 200 റുപ്പീസ് ആണ് പ്രൊഫഷൻ ടാക്സ്. അപ്പൊ എംപ്ലോയിന്റെ പ്രൊഫഷൻ ടാക്സ് എന്തിന് ഞാൻ എടുക്കണം, അല്ലെങ്കിൽ ആസ് എൻ എംപ്ലോയർ, അത് എംപ്ലോയിന്റെ പ്രൊഫഷൻ ടാക്സ് അല്ലേ. ഇവിടെയാണ് അതിന്റെ പോയിന്റ്. എംപ്ലോയി ചെയ്ത, നമ്മൾ ജോലിക്ക് വെച്ച ഒരാള് 15,000-ൽ കൂടുതൽ സാലറി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ 20,000 ആണ് ഇതെന്ന് വിചാരിക്കാം. അപ്പൊ 20,000-ൽ നിന്ന് 200 രൂപ കട്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ഉത്തരവാദിത്വം എംപ്ലോയർക്കാണ്, എംപ്ലോയിക്കല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു എംപ്ലോയിക്കും ഏതെങ്കിലും ഈവൻ 1 എംപ്ലോയി നമ്മൾ 15,000-ൽ കൂടുതൽ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ കർണാടകത്തിൽ നമ്മൾ എംപ്ലോയി പ്രൊഫഷൻ ടാക്സിന് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ലൈസൻസ് എടുത്തിട്ട് ഓരോ മാസവും നമ്മൾ 200 റുപ്പീസ് വീതം കട്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് അടച്ചിട്ട് അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് പറഞ്ഞു, എംപ്ലോയി ടാക്സ് പറഞ്ഞു, പിന്നെ GST രജിസ്ട്രേഷനെ പറ്റിയും പറഞ്ഞു. പിന്നെ അത് കൂടാതെ നമ്മൾ ക്യാഷ് എത്ര നമുക്ക് ഒരു ദിവസം കൊടുക്കാൻ പറ്റും, 10,000 രൂപ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ വേറെ എന്താ പറഞ്ഞ കാര്യം, ആസ് എ ഗുഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് കംപ്ലീറ്റ് ലിമിറ്റ് ചെയ്യുക. നിങ്ങൾ 10,000 കൊടുക്കാൻ വെച്ചാൽ ഒരാൾക്ക് 50,000 കൊടുക്കാണ്ട് നിങ്ങൾക്ക് 5 ദിവസം വെച്ചിട്ട് 10,000 കൊടുക്കാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. കാരണം അതിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ക്യാഷ് പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇത് നിങ്ങളൊരു ജെനുവിൻ എക്സ്പെൻഡിച്ചർ അല്ല, ഇത് നിങ്ങൾ ചെലവ് കൂടുതൽ കാണിക്കാൻ, പ്രോഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ്പെൻഡിച്ചറുകൾ നിങ്ങൾ മനഃപൂർവ്വം എഴുതി ഉണ്ടാക്കിയതാണെന്നും പറയാൻ സാധ്യതയുണ്ട്. സിഗ്നേച്ചർ ഡിസ്പ്യൂട്ട് വരാൻ സാധ്യതയുണ്ട്. നാളത്തെ ഒരു കാര്യത്തിൽ പ്രോപ്പർ റെക്കോർഡ് ഉണ്ടാവാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്യാഷ് സ്പെൻഡ് ചെയ്യേണ്ടത് ചെറിയ എക്സ്പെൻഡിച്ചറുകൾക്ക് മാത്രം ക്യാഷ് സ്പെൻഡ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെക്ക് വഴി അല്ലെങ്കിൽ ഓൺലൈൻ വഴി സ്പെൻഡ് ചെയ്യുക. ക്യാഷ് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിൽ നിന്ന് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്ത് പോവുക. ആ എമൗണ്ട് തീർന്നിട്ട് മാത്രം നമ്മൾ അടുത്ത എമൗണ്ട് എടുക്കുക. അനദർ എക്സാമ്പിൾ ഇപ്പോൾ പറയാം, നിങ്ങൾ ഒരു കസ്റ്റമർക്ക് ഒരു വർക്ക് ചെയ്ത് കൊടുത്തു, അയാൾക്ക് ബാങ്കില്ല പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ നിങ്ങൾക്ക് ക്യാഷിൽ പേ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപ ക്യാഷിൽ ചെയ്തു. ഈ ക്യാഷിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ എടുത്ത് ചിലവാക്കാൻ പറ്റുമോ ഇല്ലേ, ഇങ്ങനത്തെ ഒരു ഡൗട്ട് വരും. എൻ്റെ സജഷൻ, ആ 10,000 രൂപ നിങ്ങളൊരു കസ്റ്റമർ അയാൾക്ക് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനില്ലാത്തതുകൊണ്ട് അയാൾ ക്യാഷിൽ നിങ്ങൾക്ക് തരുന്നു. അത് ദയവ് ചെയ്ത് പെറ്റി ക്യാഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. ദ സെയിം എമൗണ്ട് വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ അതിനെന്തായി, പ്രോപ്പർ കണക്കായി. ഇപ്പൊ നമ്മൾ ഒരാളെടുത്ത് നിന്ന് പൈസ വാങ്ങുമ്പോൾ അയാൾക്ക് ഒരു റെസിപ്റ്റ് കൊടുക്കണം, നമ്മളെ ഉത്തരവാദിത്തമാണ്. അതേപോലെ നമ്മളെടുത്ത് നിന്ന് ഒരാൾ എമൗണ്ട് വാങ്ങുമ്പോൾ ഒരു ഇൻവോയ്സോ അല്ലെ റെസിപ്റ്റോ കൊടുക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അൺലെസ് അണ്ടിൽ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾ ഓട്ടോയിൽ പോകുമ്പോൾ ഈ 150 റുപ്യ 200 റുപ്യ നിങ്ങൾ ഓട്ടോ ചാർജ് കൊടുത്തു, അയാളുടെ അടുത്ത് നിങ്ങൾ റെസിപ്റ്റ് വൗച്ചർ ഒപ്പിടിച്ച് വാങ്ങാൻ നിങ്ങൾക്ക് പറ്റൂല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് സെൽഫ് വൗച്ചർ ഉണ്ടാക്കണം. ഒരു വൗച്ചർ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ പ്രിന്റ് ചെയ്തിട്ട് അതേ ദിവസം തന്നെ നിങ്ങൾ വൗച്ചർ എഴുതിയിട്ട് ആ കമ്പനിയുടെ ഹെഡ് ആരാണോ അല്ലെങ്കിൽ ഡയറക്ടർ ആരാണോ അവർ സൈൻ ചെയ്ത് വെക്കുക. ഓട്ടോ ചാർജസ് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന പർപ്പസിന് വേണ്ടിയിട്ട്.
അപ്പോൾ വെച്ചാൽ ഭാവിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോച്ചറിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.